വെൽക്കം ഡൗൺസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ബൊച്ചെ, ബൊച്ചെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ചാണ്, കേരളത്തിൻ്റെ മലീമസമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ വിഷയത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രശസ്ത നടിയുടെ ഡ്രസ്സ് വേഷം ധാരണയെ കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ അവർക്ക് അനുകൂലിച്ചും പ്രതികൂലിച്ചും വരുന്ന കമാൻസുകൾ അതിർവിട്ടതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ പോലീസ് കേസെടുക്കുകയും പല പേരിൽ കേസ് ചാർജ് ചെയ്യുകയും ഒരു പ്രമുഖ കേരളത്തിലെ വ്യവസായി പ്രമുഖൻ്റെ പേരിൽ സ്ത്രീ ലൈംഗിക അതിക്രമണത്തിൻ്റെ ഭാരതീയ നിയമസഹിതം വെച്ച് 75 1-4 പ്രകാരവും അതുപോലെ തന്നെ IT-യിലെ 6-7 വകുപ്പ് പ്രകാരമെല്ലാം ജാമ്യമില്ലാത്ത വകുപ്പ് വെച്ച് കേരള പോലീസ് കേസെടുത്തിട്ടുണ്ട്. അവർ ദ്രുതഗതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതേക്കുറിച്ചല്ല ഞാൻ പ്രതിപാദിക്കുന്നത്. ഇതെങ്ങനെ സംഭവിക്കുന്നു, ഇതെങ്ങനെ സംഭവിച്ചു, അവിടെ ആണ് നമ്മൾ ഇതൊന്ന് തിരിഞ്ഞു നോക്കേണ്ട ഒരു വിഷയമുണ്ട്. അതിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മൾ ഈ ബൊച്ചെ, എന്താണ് ബൊച്ചെ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ബൊച്ചെ എന്താണ് ആ ബ്രാൻഡ് നെയിം? അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊരു ദ്വയാർത്ഥ പദമാണ്. നിങ്ങൾക്കറിയാം, ഒരു രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്ക് അനുസൃതമായ ഏത് ഡ്രസ്സ് ഇടണം, ഏത് ഡ്രസ്സ് ഒഴിവാക്കണം എന്നെല്ലാം നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ ആ നിയമവ്യവസ്ഥയ്ക്ക് അപ്പുറത്ത് വരുന്ന ഡ്രസ്സ് ധരിക്കുന്നവർക്കുള്ളൂ സമൂഹത്തിൽ തെറ്റായ ഡ്രസ്സ് ധാരണയാണെന്ന അധിക്ഷേപത്തിന് പാത്രമാവാൻ പറ്റുള്ളൂ. ആ സിനിമാ നടിയുടെ പ്രൊഫഷണൽ കരിയർ വേണ്ട, അവരുടെ ശരീരത്തിനനുസരിച്ചിട്ട് അവരുടെ സിനിമ ഫീൽഡിലെ പരിചയം വെച്ച് അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് വെച്ച് അവരൊരു പ്രത്യേക മണ്ഡലം തിരഞ്ഞെടുക്കുന്നു. അതിനുവേണ്ടി അവരുടെ ഇഷ്ടപ്പെട്ട എല്ലാ ഭക്ഷണങ്ങളും ഒരുപക്ഷെ വേണ്ട എല്ലാതും ഒഴിവാക്കിക്കൊണ്ട് തന്നെ, ത്യജിച്ചുകൊണ്ട് തന്നെ അവരെ ബോഡി ബിൽഡപ്പ് ചെയ്ത് അതിനനുസരിച്ചുള്ള ഡ്രസ് കോഡ് ധരിച്ച് ആ പ്രൊഫഷണലിസം ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനെ അവരെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. അപ്പം അതിന് എതിരായി ദ്വയാർത്ഥ പ്രയോഗം നടത്തി മാർക്കറ്റാക്കുന്ന ഒരു ടീമും ഇതിലെ ഈ പ്രമുഖ വ്യവസായിയും അതിനുവേണ്ടി ചിലപ്പോൾ നമുക്കറിയാം, ഒരിക്കലും ഒരഭിപ്രായം പറയാത്ത, ഒന്നിൽ ഉറച്ചു നിൽക്കാതെ രണ്ടഭിപ്രായം പറയുന്ന നമ്മുടെ ചാനലിൽ സ്ഥിരം നിരീക്ഷക പ്രതിനിധിയായ രാഹുൽ ഈശ്വരും ഇവരേക്കാൾ കൂടുതൽ ലോകം കണ്ടവരായിരിക്കാം, കണ്ടിട്ടുണ്ടാവും. പല രാജ്യങ്ങളിലും അവരോടുന്ന ഡ്രസ്സുകൾ, അവരോടുള്ള വസ്ത്രധാരണങ്ങൾ, അവരോടുന്ന വേഷവിധാനങ്ങളെല്ലാം കണ്ട് ഇവർ അവരോടാരെങ്കിലോടും പോയി അതിനെതിരായിട്ട് കമൻസ് പറയാനോ ദ്വയാർത്ഥത്തിൽ സംസാരിക്കാനോ ഇവർ തയ്യാറാകുമോ? ഒരിക്കലുമില്ല. അവർക്കറിയാം അതിൻ്റെ ശിക്ഷ എന്താണെന്ന്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകം നമുക്കറിയാം, അമേരിക്കൻ മുൻ പ്രസിഡൻറ്റ് ബിൽ ക്ലിൻ്റൻ്റെ പേരിൽ കേസ് ചാർജ് ചെയ്തത്
അദ്ദേഹം തെറ്റ് ചെയ്ത കുറ്റത്തിനേക്കാൾ കൂടുതൽ നുണ പറഞ്ഞു എന്നുള്ളതാണ്. അതാണ് നിയമവ്യവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ നടിയുടെ പേരിൽ അഭിനന്ദിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അവർ പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ്. ഒന്ന്, പത്രമാധ്യമങ്ങളോട് പറഞ്ഞത്, എൻ്റെ പരാതിയെപ്പറ്റി വാർത്ത എഴുതുമ്പോൾ എൻ്റെ പേര് എഴുതാൻ മറക്കരുതേ, എൻ്റെ പേര് അതിൽ എഴുതണം. അതൊരു തൻ്റെ ഇടമുള്ള വാക്കാണ്. രണ്ടാമതായി അവർ പറഞ്ഞത്, താങ്കളെടുത്ത് പണമുണ്ടായിരിക്കാം, പണം താങ്കളെ രക്ഷിക്കട്ടെ, എന്നാൽ ഭാരതീയ നിയമവ്യവസ്ഥയിൽ, ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ ആ വിശ്വാസത്തിൻ്റെ മുറുകെ പിടിച്ചോളാം. ഈ രണ്ട് വാക്കും പ്രശസ്തമാണ്, അടിവര ഇടേണ്ടതാണ്. ഒരാളുടെ ഡ്രസ്സ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇതിൻ്റെ അപ്പുറം നമ്മൾ കയറി ഇല്ലെങ്കിൽ പോലും അവരോട് അതിനെ വിമർശിച്ച് പറയാനോ സമൂഹത്തിൽ അതിനെപ്പറ്റി മോശമായി എഴുതിയാലോ വരാവുന്ന ഭവിഷ്യത്തിനെക്കുറിച്ചോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ഒരു ധാരണയെക്കുറിച്ചോ അറിവില്ലായ്മയാണ് ഈ പല ഇതുപോലുള്ള ഫാൻസും പൊതുജനത്തിലെ പല വ്യക്തികളും ഇതുപോലുള്ള കമൻസ് ഇടുന്നത്. ഇപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നു, ഇന്ന ഡ്രസ്സ് അതിക്രമിച്ചു പോയി. ഈ ഡ്രസ്സിൻ്റെ കോഡ് തീരുമാനിക്കാൻ രാഹുലിന് എങ്ങനെ സാധിക്കും? ഞാൻ രാഹുലിനെ കുറ്റപ്പെടുത്തുകയല്ല, രാഹുലിനെ ബ്ലെയിം ചെയ്യല്ല. പക്ഷേ രാഹുൽ ഏത് ഡ്രസ്സ് ഇടണം, ഡ്രസ്സ് ഇടണ്ട എന്ന് മറ്റുള്ളവർ തീരുമാനിച്ചാൽ രാഹുൽ അത് ചെയ്യുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രശ്നം. എന്താണ് ബൊച്ചെ? അത് മനഃപൂർവ്വം ഒരു ബ്രാൻഡ് നെയിം ക്രിയേറ്റ് ചെയ്തല്ലേ എന്നുള്ളൊരു സംശയം ഉദിക്കുന്നുണ്ട്. കാരണം ഒന്നാം ലോകമഹായുദ്ധകാലത്ത് സഖ്യസേന ജർമ്മൻ പട്ടാളക്കാരെയും ജൂത പട്ടാളക്കാരെയും തിരിച്ചറിയാൻ ദ്വയാർത്ഥത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു പദമാണ് ബൊച്ചെ. ആധുനിക ലോകത്ത് ഇപ്പം അത് ഉപയോഗിക്കുന്നില്ല, അതിന് ദ്വയാർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ദ്വയാർത്ഥം ബ്രാൻഡ് നെയിമാക്കിയ ഈ വ്യവസായ പ്രമുഖൻ അദ്ദേഹത്തിൻ്റെ വ്യവസായ ശൃംഖലയുടെ വ്യാപ്തി വർദ്ധിക്കാൻ കേരളത്തിന് ഉടനീളം നടന്ന് ബൊച്ചെ എന്നുള്ള ബ്രാൻഡ് വെച്ചുകൊണ്ട് തന്നെ എല്ലാ മുക്കിലും മൂലയിലും പോയി ദ്വയാർത്ഥമുള്ള പ്രയോഗം നടത്തി വിവാദമാവുന്നുണ്ട്. ആ വിവാദം ഏറ്റെടുക്കാൻ ഇവിടെ മാനസിക വൈകല്യമുള്ള ഒരു ടീം വളർന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് ലോകം 40 വർഷം മുന്നിലാണെന്നുള്ള ഒരു ധാരണ അവർക്ക് ഇല്ല എന്നുള്ളതും അല്ലെങ്കിൽ അവർ കണ്ടിട്ടില്ല എന്നുള്ളതുമായിരിക്കാം. അപ്പോൾ ആ കാണാത്തതും ആ അറിവില്ലായ്മയും ഈ ദ്വയാർത്ഥം ഇവിടെ ഇതുപോലെ വിറ്റഴിക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിയ ഒരു ബുദ്ധിയോ അതിബുദ്ധിയോ ഈ വ്യവസായ പ്രമുഖനെ ബാധിച്ചിട്ടുണ്ടാവും. അത് സസൂക്ഷ്മം പരിശോധിക്കപ്പെടേണ്ടതാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മുടെ ഒരു മാനസിക സൊസൈറ്റിയുടെ അവസ്ഥയാണ്. നിങ്ങൾക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് ഒരു ചുംബന സമരം നടന്നു. 20-ൽ താഴെ അംഗങ്ങൾ പങ്കെടുത്തു. പക്ഷേ കാണാനെത്തിയത് ആയിരങ്ങളാണ്. ഞാൻ അന്ന് എറണാകുളത്തുണ്ട്. അപ്പോൾ എന്നോട് പല ആളുകളും ചോദിച്ചു, കാണാൻ വരുന്നില്ലേ? ഞാൻ ഒന്നും മിണ്ടിയില്ല. കാരണം ഞാൻ അവരുടെ ആ മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു. നമുക്കെന്താ അവിടെ കാര്യം? അവർ പ്രതിഷേധിക്കട്ടെ. നിയമവ്യവസ്ഥയ്ക്കെതിരാണെങ്കിൽ പോലീസ് തടയട്ടെ. ഇവിടെ ഒരു പ്രശ്നം
നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് ഈ ഇന്ത്യ പുരോഗമിക്കുന്നു, കേരളം അതിലേറെ പുരോഗമിക്കുന്നു. പക്ഷേ നമ്മൾ മറ്റുള്ളവരെ നോക്കുമ്പോൾ കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും വ്യഭിചരിക്കുന്ന ഒരു ജനസമൂഹമായി മാറുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം പരിശോധിക്കണം. അത് അപകടകരമായ ഒരു നിലയാണ്. ഒരാൾ ആഭാസകരമായി ഡ്രസ്സ് ധരിക്കുക എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്കെതിരായിട്ട് ആ ഡ്രസ്സ് ധരിക്കുമ്പോൾ മാത്രമാണ് അതിനെ ആഭാസകരം എന്ന് പറയാൻ നമുക്ക് പറ്റുള്ളൂ. അതിനെതിരായിട്ട് നിയമ നടപടി സ്വീകരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു പരിധിവരെ ആ ഡ്രസ്സുകളെ നമ്മുടെ സാഹചര്യം വെച്ചിട്ട് കമൻസ് ചെയ്യുന്നതിനോ എതിർ കമൻസ് ചെയ്യുന്നതിനോ അനുകൂലിച്ചും പ്രതികൂലിച്ചും തെറ്റ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ഡ്രസ്സിൻ്റെ അപ്പുറത്ത് പോയി അത് പരസ്യമായി പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ അഭിപ്രായ പ്രകടനം നടത്തുന്നത്, ഇപ്പോൾ ഈ വ്യവസായി പറഞ്ഞ പോലെ തന്നെ ഞാൻ നടി എന്നാണല്ലോ പറഞ്ഞു, അല്ലാതെ ഞാൻ മറ്റല്ലല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞ പോലെ ഞാൻ കുന്തി എന്നാണല്ലോ പറഞ്ഞത്, ഞാൻ മറ്റല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ഇവിടെ വെറുതെ ഇരിക്കും എന്നുള്ള ഈ വ്യവസായിക്ക്, അല്ലെങ്കിൽ ഇവരെല്ലാം മന്ദബുദ്ധികളാണ് എന്നുള്ളത് വ്യവസായിക്ക് അങ്ങനെ ഒരു ധാരണ എങ്ങനെ വന്നു ചേർന്നു എന്നുള്ളത് അതിബുദ്ധിപരമായ ഈ ബൊഷെ എന്ന ദ്വയാർത്ഥം ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്ത് തന്നെയാണ് എന്നുള്ളതിനെപ്പറ്റി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും അത് നല്ലൊരു സന്ദേശമല്ല വളരുന്ന ഇന്ത്യക്കും വളരുന്ന അതിനേക്കാൾ വളർന്ന കേരളത്തിൽ കൊടുക്കേണ്ടതെന്ന് മാത്രമാണ് സൂചിപ്പിച്ചുകൊണ്ട് അടുത്തൊരു വിഷയമായി നമുക്ക് കാണാം. ഓക്കെ.